പുണ്യഭൂ ഇന്ന് ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവീചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ്
ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയെ പൂജിക്കുന്നു. ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ. ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ്. ക്ഷേത്രത്തിനു പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ഭീമാകാരമായ ആഞ്ജനേയ പ്രതിഷ്ഠ ഭക്തർക്ക് പ്രത്യേക കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിരവധി സവിശേഷ പൂജകളും ഭക്തർ സമർപ്പിക്കുന്നു. ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ. അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം പോലെ തന്നെ അനാദിയാണ്. ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി കാളിയായും ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു. തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ മനുഷ്യരാശിയുടെ സർവപാപങ്ങൾക്കുമുള്ള മോക്ഷമന്ത്രമാണ് ദേവീനാമവും ദേവീസ്തുതികളും. ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി ആഗമവേദ കലാമയ രൂപിണി ആഗമവേദ കലാമയ രൂപിണി അഖില ചരാചര ജനനി